കുറച്ച് ക്യൂട്ടായിട്ട് തോന്നിക്കുന്ന ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ചെറിയൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിങ്ക് കളർ പേപ്പറാണ് ഞാൻ ചൂസ് ചെയ്തത്. അത് ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുത്തു. സെയിം ഷേപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡബിൾ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നില്ല, കാരണം ഫെവിക്കോൾ യൂസ് ചെയ്താൽ അത്ര സ്മൂത്ത് ആയിട്ട് കിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ടു ഡു ലിസ്റ്റിനുള്ള പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റൊരു A4 ഷീറ്റ് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ പേപ്പേഴ്സും ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. എന്നിട്ട് ഈ ഒരു ബോർഡിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഈ ഒരു ബോർഡ് ഒരു പൂച്ചയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂച്ചയുടെ കണ്ണും ചെവിയൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് ആയിട്ട്. എന്നിട്ട് അത് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് മീശയും ബ്ലഷും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു പൂച്ചയുടെ ലുക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റാർസ് ഒക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര ഉണ്ടാക്കി വന്നപ്പോൾ ഒരു ചെറിയ കുറവ് പോലൊക്കെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ട് ബോ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ അതും കൂടി ഒന്ന് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് ടു ഡു ലിസ്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് അത് ഇതിലേക്കൊന്ന് എഴുതി കൊടുക്കുക. അതുപോലെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഇതൊന്ന് വാളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഡബിൾ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ് ഒക്കെ തുടങ്ങിയോണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നിങ്ങളുടെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.